സഹോദരങ്ങളോടും സഹജീവികളോടുമുള്ള വിശ്വസ്തത. ഹീബ്രു ചിന്തയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യനെയും സ്നേഹിക്കണമെന്നാണ്. ദൈവത്തോടുള്ള വിശ്വസ്തത മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ പ്രകടമാക്കുന്നു. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നാം നൽകുന്ന വാഗ്ദത്തങ്ങൾ നാം പാലിക്കപ്പെടാറുണ്ടോ? നമ്മുടെ ആവശ്യ സമയത്ത് സുഹൃത്തുക്കളോടുകൂടി നാം നിൽക്കാറുണ്ടോ? മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരുടെ വേദനയിൽ നിങ്ങൾ പങ്കുചേരുകയും ചെയ്യുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥ വിശ്വസ്തത. ബൈബിളിൽ ജോനാഥാനും ദാവീദും അവർ തമ്മിലുള്ള സൗഹൃദം വളരെ മനോഹരമായൊരു ഉദാഹരണമാണിതിന്. ലോകത്തിൽ അധികാരവും അസൂയയും സ്വാർത്ഥതയും കൊണ്ട് മനുഷ്യ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകുമ്പോൾ ഇവിടെ വിശ്വസ്തതയുടെ പ്രാധാന്യം എത്ര വലിയതാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാന ആവശ്യമായി വിശ്വസ്തത മാറിയിരിക്കുകയാണ്. കഴിവുള്ളവർ ധാരാളമുണ്ട്, വിദ്യാഭ്യാസമുള്ളവരും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ വിശ്വസ്തരായ ആളുകളെ കണ്ടെത്തുവാൻ എളുപ്പമല്ല. ജോലിസ്ഥലത്തും കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ദൈവത്തോടുമൊക്കെ വിശ്വസ്തരായിരിക്കുമ്പോൾ നാം ശക്തമായ സമൂഹത്തെയാണ് പണിതുയർത്തുന്നത്. ഈ സത്യം നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃക കർത്താവായ യേശുക്രിസ്തുവിൻ്റെയാണ്. ഇവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ അവസാന നിമിഷം വരെ സ്നേഹിച്ചു. തള്ളിപ്പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുരിശിൽ പോലും സ്നേഹവും അനുസരണയിലും താൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. അവിടുത്തെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിശ്വസ്തത എന്നത് എല്ലാം സുഖകരമായ സാഹചര്യങ്ങളിൽ മാത്രം നിലനിൽക്കണം എന്നതല്ല, പരീക്ഷണത്തിലും അത് പ്രകാശിക്കുന്നു എന്നതാണ്. വിശ്വസ്തത വാക്കുകളിൽ അല്ല ആരംഭിക്കുന്നത്, അത് നമ്മുടെ സ്വഭാവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വിശ്വസ്തത വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, ചെറിയ നിസാര കാര്യങ്ങളിലെ സ്ഥിരതയാണ് കാണിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലും ജോലിസ്ഥലത്തും സഭയിലും സുഹൃത്തുക്കളുടെ ഇടയിലും ദൈവസന്നിധിയിലും വിശ്വസ്ത മനുഷ്യരായി ജീവിപ്പാൻ നമുക്ക് ശ്രമിക്കാം. കാരണം വിശ്വസ്തനായ ദൈവത്തിൻ്റെ മക്കൾ വിശ്വസ്തതയിലൂടെ തന്നെയാണ് അവിടുത്തെ സ്വഭാവം ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. ബൈബിളിൻ ആരംഭം മുതൽ അവസാനം വരെ വിശ്വസ്തനായ ദൈവത്തെയാണ് നാം കാണുന്നത്. അവിടുത്തെ വാഗ്ദത്തങ്ങളൊന്നും താൻ മറന്നില്ല. ഒരുപക്ഷെ നമുക്ക് സമയം വൈകിയതായി തോന്നിയേക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. ദൈവത്തിൻ്റെ ഭക്തന്മാരായ ചിലർ വർഷങ്ങളോളം വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരുന്നു. ദൈവം തക്ക സമയത്ത് തൻ്റെ വാഗ്ദത്തം നിറവേറ്റി. അന്യായം അനുഭവിച്ചവരുണ്ട്, എന്നാൽ അവരാരും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടില്ല. അടിമത്തം അനുഭവിച്ചവരുണ്ട്, എന്നാൽ ദൈവം രക്ഷകനായി തക്ക സമയത്ത് അവരെ വിടുവിച്ചു. ബൈബിളിൽ നാം വായിക്കുന്ന ദൈവിക വിശ്വസ്തത മനുഷ്യരുടെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയായി നാം കാണുകയാണ്. ദൈവം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവനല്ല, ഇന്നലെയും ഇന്നും എന്നേക്കും വിശ്വസ്തനായി തുടരുന്ന ദൈവമാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.